നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയ്ക്കൊപ്പം വേൾഡ് ചാമ്പ്യനായ ആളാണ് പപ്പു ഗോമസ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിവീണു. ഇപ്പോൾ വിലക്കിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ 2 ദിവസം മുമ്പാണ് താൻ ഉത്തേജക മരുന്നിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം താൻ അറിഞ്ഞത്. അതൊരു മെയിലായിട്ട് തനിക്ക് ലഭിച്ചു പാകെ ഞെട്ടിപ്പോയി എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ കുറേ ആളുകൾ കമൻറ്റുമായിട്ട് വന്നിരുന്നു. എടോ, ഇതൊക്കെ നേരത്തെ വന്നതാണ്, ഇപ്പോഴത്തെ വെളിപ്പെടുത്തലല്ല, ഇതൊക്കെ വിട്ട് കളഞ്ഞതാണ്. ഇത് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടായിരുന്നു അന്ന് നമ്മൾ ചെയ്തത്. ഇപ്പോഴും TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് പറയുന്നത്. അദ്ദേഹം അതിൽ പിടിക്കപ്പെട്ടു എന്നുള്ളത് നേരത്തെ വന്നതായിരുന്നു. വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു ടെസ്റ്റിലാണ് പിടിക്കപ്പെട്ടത് എന്നും അറിയാമായിരുന്നു. എന്നാൽ ഫൈനലിന് 2 ദിവസം മുമ്പ് മാത്രം താൻ അതറിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിന് 2 ദിവസം മുമ്പ് തന്നെ താൻ അറിഞ്ഞിരുന്നു ഉത്തേജക മരുന്നിൽ പിടിക്കപ്പെട്ടത് എന്ന് പപ്പു ഗോമസ് ആദ്യമായിട്ടാണ് അന്ന് വെളിപ്പെടുത്തിയത്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നത് നേരത്തെ നടത്തിയൊരു ടെസ്റ്റ്, അതിൻ്റെ റിസൾട്ട് വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ടറിഞ്ഞു എന്നാണ്. അതാണ് അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറയുന്നത് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ 2 ദിവസം മുമ്പേ അറിഞ്ഞിരുന്നു എന്ന്. ഇത് TYC സ്പോർട്സ് അങ്ങനെ ആദ്യമായിട്ട് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ആളുകൾക്ക് അർജൻറ്റീനക്കാരേക്കാൾ വലിയ അർജൻറ്റീന ഭക്തിയുള്ളവർ എന്ന് തോന്നിക്കുന്നവർ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി അവരോടെന്ത് പറയാനാണെന്നേ. ഇപ്പോൾ പപ്പു ഗോമസ് വീണ്ടും ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറയുകയാണ്. ഇനി ഇതിനും കുറേ ആളുകൾ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രാജാവിനേക്കാൾ വലിയ രാജഭക്തിക്ക് നമുക്കൊന്നും ചെയ്യാനില്ലെന്നേ. അപ്പം ഇവിടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഈ വിഷയം ഉണ്ടാകുമ്പോൾ വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് താനിത് അറിഞ്ഞു. എന്തായാലും അന്ന് താനത് താരങ്ങളോടൊന്നും പറയാൻ പോയില്ല. കാരണം വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ വേണ്ടി വളരെ ആവേശത്തോട് നിൽക്കുന്ന കുട്ടികളോട് എന്തു പറയാനാണ്. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ സെൽഫിഷായി പോകുമെന്നുള്ളത് കൊണ്ട് താൻ അന്ന് അവരോട് പറഞ്ഞില്ല. പക്ഷേ സ്കലോനിയുമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. സ്കലോനി ആ സമയത്ത് തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ടും ഈ വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ മാസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ലയണൽ സ്കലോനി താനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്തെങ്കിലും അറിഞ്ഞോ, എന്തെങ്കിലും വാർത്തയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തന്നെ എപ്പോഴും ആശ്വസിപ്പിക്കാനും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴത്തെ തൻ്റെ ക്ലബ്ബ് തന്നെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നത് തൻ്റെ കോച്ച്, അർജൻറ്റീൻ ദേശീയ ടീമിലെ കോച്ച് ലയണൽ സ്കലോനിയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ആ ഒരു വിഷയത്തിൽ സ്കലോനി എന്നെ എല്ലാ 2-3 മാസങ്ങൾ കൂടുമ്പോഴും വിളിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം എനിക്ക് മെസ്സേജുകൾ അയക്കുമായിരുന്നു, എങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട്, എന്തെങ്കിലും ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അദ്ദേഹം എന്നോടൊപ്പം വളരെ ക്ലോസ് ആയിട്ടിരുന്നു. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ കൺസേൺഡ് ആയിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ട് എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ വളരെ സപ്പോർട്ടീവായിരുന്നു. എപ്പോഴും അറ്റൻറ്റീവായിട്ട് കൂടെ നിന്ന ഒരാൾ അത് ലയണൽ സ്കലോനിയാണ്. അതേസമയം സെവിയയുടെ ഭാഗത്ത് നിന്ന് എനിക്കറിയില്ല അവരെന്താണ് ചെയ്തത് എന്ന്. അവർ വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഇടപാടുമില്ല, എല്ലാം നീ തന്നെ സ്വയം നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെൻ്റെ മുന്നിൽ വാതിൽ അടക്കുകയാണ് ചെയ്തത്. അവരൊന്നിനും റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പൂർണ്ണമായിട്ടും ആ സിറ്റുവേഷനിൽ ഒറ്റപ്പെടുത്തുകയാണ് സെവിയ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. സെവിയയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഒരു മത്സരത്തിന് ശേഷമുള്ള സാമ്പിളിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചത് താൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള നിരോധിക്കപ്പെട്ട മരുന്നും ഉപയോഗിച്ചിട്ടില്ല, അതൊരു കഫ് സിറപ്പ് ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. ഏതായാലും ഇവിടെ നമ്മൾ കാണുന്ന ലയണൽ സ്കലോനിയുടെ ആ ഒരു കരുതലാണ്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് പോലും ഒറ്റപ്പെടുത്തിയപ്പോൾ സ്കലോനി കൂടെ നിന്നു. അതാണ് പപ്പു ഗോമസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.